وعن ابن مسعود رضي الله عنه قال سألت رسول الله صلى الله عليه وسلم أي الذنب أعظم قال أن تجعل لله ندا وهو خلقك قلت ثم أي قال ثم أن تقتل ولدك خشية أن يأكل معك قلت ثم أي قال ثم أن تزاني حليلة جارك متفق عليه. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, എന്താണ് അദ്ദേഹം പറയുന്നത്? സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു ദംബി അഅളം, ഏറ്റവും ഗൗരവമുള്ള പാപം ഏതാണ്? പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവം ഏതാണ്? സ്വഹാബികൾ പലരും അങ്ങനെ ഏറ്റവും നല്ല നന്മ ഏതാണ്, ഏറ്റവും ഗൗരവമുള്ള തിന്മ ഏതാണ്, അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് തിന്മയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും, നന്മയാണെങ്കിൽ അതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കാനും ഒക്കെയാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഗൗരവമുള്ള തിന്മ അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അവനൊരു പകരക്കാരന്, ഒരു നിദ്ദിനെ നീ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചിരിക്കെ അവനൊരു പകരക്കാരനെ നീ നിശ്ചയിച്ചിരിക്കുക എന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിന് പകരക്കാരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യം നീ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുകയാണ്, മറ്റൊരാൾക്ക് വകവെച്ച് കൊടുക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനെ നിദ്ദുണ്ടാക്കലാണ്, സമന്മാരെ നിശ്ചയിക്കലാണ്. അത് നീ ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹു മാത്രമാണ് നിന്നെ സൃഷ്ടിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമേ നീ ഇബാദത്തുകൾ അർപ്പിക്കാവൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റുബൂബിയത്തിൻ്റെ കാര്യം എടുത്തു പറയും. കാരണം അതിലൊരാൾക്കും കഴിവില്ല എന്നുള്ളത് മക്കയിലെ മുശ്രിക്കുകളെ അടക്കം അംഗീകരിച്ചിരുന്നു. ഇന്ന് ചില അതിനേക്കാളും പിഴച്ച വിശ്വാസക്കാർ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിൻ്റെ കാര്യത്തിൽ പോലും ഈ ഔലിയാക്കൾക്കും ഈ മുദബ്ബിറുകൾക്കുമൊക്കെ ഉണ്ട് എന്ന് ജൽപ്പിക്കുന്നുണ്ട്. മക്കയിലെ അബൂജഹൽ വിശ്വാസം പറഞ്ഞിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകളും ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യരും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോകങ്ങളെ പടക്കുന്നതിലും സൃഷ്ടിക്കുന്നതിലൊക്കെ അവർ ഈ ആരാധിച്ചു വരുന്ന ആൾക്കൊന്നും അതിന് വകുപ്പില്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എല്ലാവരും ആ കാര്യം അംഗീകരിക്കുന്നുണ്ട്. എല്ലാവിധ ബഹുദൈവാരാധകരും അവരാരാധിക്കുന്ന ദേവനോ ദേവിയോ അവരാരാധിക്കുന്ന വിഗ്രഹമോ അല്ലെങ്കിൽ മൃഗങ്ങളോ അല്ലെങ്കിൽ ഇവർക്കൊന്നും ലോകങ്ങളെ സൃഷ്ടിച്ചതിലോ പരിപാലിക്കുന്നതിലോ പങ്കില്ല എന്നുള്ള കാര്യം അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളുടെ ആരാധനകൾ അർപ്പിക്കേണ്ടത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇബാദത്ത് ചെയ്യേണ്ടത്. റബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ചവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്, അതിലൂടെ സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നത്, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഒരുക്കി നൽകിയത്, നിങ്ങൾക്ക് പുഴകളെയും നദികളെയും എല്ലാം ഒരുക്കി നൽകിയത്, നിങ്ങൾക്ക് വെള്ളം നൽകിയത്, അങ്ങനെയുള്ള റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ആ റുബൂബിയത്ത് നീ അംഗീകരിക്കുകയാണെങ്കിൽ, അള്ളാഹു റബ്ബാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് അനിവാര്യമാക്കുന്ന കാര്യമാണ് നിങ്ങൾ തൗഹീദ്, ആ അള്ളാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് അർപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയണം, നീ ഏറ്റവും വലിയ പാപം അതാണ്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ, നീ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കൽ. വഹുവ ഖലഖക്, അള്ളാഹുവാണ് അവനെ സൃഷ്ടിച്ചത്. ഈ പറയുന്ന സമന്മാരാരുമല്ല, ഔലിയാക്കളല്ല, അമ്പിയാക്കളല്ല. ഇബ്രാഹിം നബിയോട് മക്കയിലെ മുശ്രിക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഇബ്രാഹിം നബി അല്ല മക്കയിലെ മുശ്രിക്കുകൾക്ക് സൃഷ്ടിക്കുകയോ പരിപാലിക്കുകയോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ ഇബ്രാഹിം നബിയെ ആരാധിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് നിദ്ദാക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. വലാ തജ്അലു ലില്ലാഹി അന്താദൻ, അള്ളാഹു ഖുർആനിൽ ആദ്യം കൽപ്പിച്ച, അത് ഖുർആൻ മുസ്ഹഫിൽ നോക്കിയാൽ ആദ്യം വിലക്കിയിട്ടുള്ള കാര്യം ഇതാണ്, ഉഅ്ബുദു റബ്ബക്കും എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന. വലാ തജ്അലു ലില്ലാഹി അന്താദൻ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ വിലക്ക് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഷിർക്കിൻ്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഏറ്റവും വലിയ പാപം ഷിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന് ചോദിച്ചാൽ അഴിമതിയാണെന്ന് പറഞ്ഞില്ല. സമൂഹത്തിൽ നടക്കുന്ന അഴിമതിയാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞില്ല. ചില ആളുകൾക്ക് അഴിമതിയൊക്കെയാണ് ഏറ്റവും വലിയ തിന്മ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആളുകൾ പല പ്രക്ഷോഭത്തിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനോട് കാണിക്കുന്ന രോഷവും അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ കാണുമ്പോൾ ഷിർക്കിനേക്കാളൊക്കെ ഭയങ്കര തെറ്റാണ് ഇത് എന്നുള്ള രൂപത്തിലാണ് ആളുകളുടെ പെരുമാറ്റം. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്, ഷിർക്കല്ല തെറ്റ്, ഇതാണ് ഏറ്റവും വലിയ തെറ്റ്, അഴിമതിയാണ് ഏറ്റവും വലിയ തെറ്റ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിഷയങ്ങളാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പലപ്പോഴും പൊതുസമൂഹം അങ്ങനെയാണ് ധരിക്കുന്നത്. എന്നാൽ അതാണോ ഏറ്റവും വലിയ തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച ഏറ്റവും വലിയ തെറ്റ് ഷിർക്കാണ് എന്നാണ്. നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പാപമായിട്ട് പറഞ്ഞത് ഷിർക്കിനെ കുറിച്ചിട്ടാണ്. അയ്യുദ്ദംബി അളം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഷിർക്കാണ്. എന്നാൽ സമൂഹത്തിൽ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന് തന്നെ ഇത് മനസ്സിലായിട്ടില്ല. ഏറ്റവും വലിയ തെറ്റ് ഷിർക്കാണ് എന്നുള്ളത് പലപ്പോഴും പലർക്കും ബോധ്യമായിട്ടില്ല. പലരും ധരിച്ചൊരിക്കുന്ന പറഞ്ഞതുപോലെ അഴിമതിയാണ് ഏറ്റവും വലിയ തിന്മ,
കൊലപാതകത്തെക്കാളും വലുതാണ് അഴിമതി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ അതിനേക്കാളും വലുതാണ് അഴിമതി എന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. കാരണം സമൂഹത്തിൽ ജനങ്ങൾ ഇളക്കിവിടേണ്ട ആളുകൾ ഈ രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ആളുകൾ ഇളക്കിവിടുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങൾ പലതും ആളുകൾക്ക് കീഴ്മേൽ മറയുകയാണ്. ഏറ്റവും വലിയ തെറ്റെന്താണ്, ഞാൻ പാലിക്കേണ്ട ഏറ്റവും വലിയ ഹക്കെന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഇല്ലാതെ ആളുകൾക്കായി പോകുന്നു. സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും വേദനയും പ്രയാസവും ഉണ്ടാകേണ്ടത് ജനങ്ങൾ ഷിർക്കിലാകുമ്പോഴാണ്. അവർ ഈ ഷിർക്കിലാണല്ലോ, അവർ ഈ ലോകത്തോട് ഈ നിലക്ക് മരിച്ചു പോയാൽ, ഈ നിലക്ക് വിട പറഞ്ഞു പോയാൽ ശാശ്വതമായി നരകത്തിലായിരിക്കുമല്ലോ ഈ ആളുകൾ എന്ന കാര്യം ആലോചിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാകേണ്ടത്. അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് തൗഹീദിൻ്റെ കാര്യം അത് കൂടുതൽ പ്രചരിപ്പിക്കാനും ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാനുമുള്ള താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അമ്പിയാക്കൾ മുഴുവനും അതായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതായിരുന്നു. അവിടുന്ന് ശത്രുക്കൾ അവിടത്തേക്ക് ഉപദ്രവിക്കുമ്പോഴും പ്രയാസപ്പെടുത്തുമ്പോഴും അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് അവിടുന്ന് ആവർത്തിച്ച് സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി പറഞ്ഞ തിന്മ അതാണ്. രണ്ടാമത് പറഞ്ഞത് അൻ തഖ്തുല വലദക ഖശ്യത അൻ യഅകുല മഅക്, നീ നിന്റെ മകനെ കൊല്ലലാണ്. ഖശ്യത അൻ യഅകുല മഅക്, അവൻ നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുമെന്ന പേടിയാൽ, എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഭയന്നിട്ട്. അല്ല, അവനും കൂടി ഉണ്ടായാൽ പിന്നെ നമ്മളെ റിസ്ക്കൊക്കെ ആകെ കുടുസായി പോകും എന്ന ചിന്തയാൽ നിന്റെ മകനെ കൊല്ലലാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാം പെടുന്നുണ്ട്. അതുപോലെ ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം അത് പെടുന്നുണ്ട്. നീ കൊല്ലുന്നത് നിന്റെ ദാരിദ്ര്യം ഭയന്നിട്ടാണ്. അവനും കൂടി ഉണ്ടായാൽ എൻ്റെ റിസ്കിൽ കുടുസത ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ജനിച്ചു വലുതായ കുട്ടികളെ അത് ഗർഭപാത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തെത്തിയിട്ടോ കൊല്ലുകയാണ് എങ്കിൽ അത് ഷിർക്കിൻ്റെ അടുത്ത് വരുന്ന തിന്മയാണ്. കാരണം ഷിർക്കിന് തൊട്ട് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത്തരം അഗ്ലബിയായ കാര്യങ്ങൾ, അതായത് അധികം സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ള നിലക്കാണ് ഈ പറഞ്ഞ കാര്യം പറഞ്ഞത്. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട്, ദാരിദ്ര്യ നിമിത്തം നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലാൻ പാടില്ല എന്ന് വെച്ചാൽ ദാരിദ്ര്യ നിമിത്തം അല്ലെങ്കിൽ അനുവദനീയമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ ദാരിദ്ര്യ നിമിത്തമല്ല, വേറെ കാരണമാണ് എന്ന് വിചാരിച്ച് കൊല്ലാൻ പറ്റുമോ? ഇല്ല. അവർ പണ്ഡിതന്മാർ കായിക പറയും, ഒരു അഗ്ലബിന് വേണ്ടി, അധികം സംഭവിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഖൈദ് വെച്ച്, ഒരു ക്ലോസ് വെച്ച് ഒരു കാര്യം പറഞ്ഞാൽ അതിനർത്ഥം അതല്ലെങ്കിൽ അനുവദിക്കപ്പെടും എന്നല്ല, അതിന് മഫ്ഹൂം മുഖാലഫ ഇല്ല. അതല്ലാത്ത കാര്യത്തിന് അത് അനുവദിക്കപ്പെടുമെന്ന് അർത്ഥമില്ല. വേറെ കാര്യത്തിന് കൊല്ലാം, ആ കുട്ടിക്ക് ചില അംഗവൈകല്യം ഉണ്ടായത് കൊണ്ടാണ്, അപ്പോൾ കൊല്ലാം, നമ്മൾ ദാരിദ്ര്യം ഭയന്നിട്ടല്ല എന്നതിന് അർത്ഥമില്ല. അതെല്ലാം പെടും. അതെല്ലാം ഗൗരവമുള്ള കാര്യം തന്നെയാണ്. കുട്ടിയെ കൊല്ലുക എന്നുള്ളത് അതേത് നിലക്കാണെങ്കിലും, റൂഹ് ഊതപ്പെട്ട ഒരു കുട്ടിയെ ഒരു നിലക്കും അത് വയറിന് അകത്ത് വെച്ചിട്ടോ പുറത്തെത്തിയിട്ടോ കൊലപ്പെടുത്തുക എന്നുള്ളത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വൻ പാപമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത് അൻ തുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് വ്യഭിചാരം വളരെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ അത് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുമായിട്ടാണ് അത്തരം വ്യഭിചാരങ്ങൾ നടക്കുന്നത് എങ്കിൽ അതിൻ്റെ ഗൗരവം കൂടും. കാരണം ഏറ്റവും വിശ്വസിക്കേണ്ട ആളാണ് അയൽവാസി എന്ന് പറയുന്നത്. ഏറ്റവും വിശ്വസിക്കേണ്ട ആളാണ് ഏറ്റവും അടുത്തുള്ള ആളുകൾ എന്ന് പറയുന്നത്. അവർ മറ്റാരെങ്കിലും പ്രയാസപ്പെടുത്താൻ വന്നാൽ നമ്മളെ കുടുംബത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതായ ബാധ്യത പോലുമുള്ള ആളുകളാണ്. പക്ഷെ ആ ആളുകൾ തന്നെ ഇത്തരം ഹറാമുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് സാധാരണ വ്യഭിചാരത്തെക്കാളും വൻ പാപമാണ്. സാധാരണ വ്യഭിചാരം തന്നെ കടുത്ത ഗൗരവമുള്ള കാര്യമാണ്. അതിനേക്കാളും വലിയ പാപമാണ് യഥാർത്ഥത്തിൽ ഇത് എന്നുള്ളത് ഈ ഹദീസിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഫവായിദുകൾ പറഞ്ഞതെന്ന് വേഗത്തിൽ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു, ഒന്നാമത്തെ കാര്യം ഹിർസു സഹാബത്തി റളിയല്ലാഹു അൻഹും അല സുആൽ, സ്വഹാബികൾ ചോദ്യം ചോദിക്കാനുള്ള അവർക്കുള്ള താല്പര്യം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ നമുക്ക് കാണാം, അദ്ദേഹം ഏറ്റവും അഫ്ളലായ അമൽ ഏതാണ്, പിന്നെ ഏതാണ്, അങ്ങനെ അമലുകളുടെ കാര്യം ചോദിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരമാണ്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഗൗരവമുള്ള തിന്മ ഏതാണ്, ഇതൊക്കെ അവർ ചോദിക്കുന്നത് പല ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹം പറയുന്നു അന്ന ശിർക്ക് അഅ്ളമുദ്ദുനൂബ്, പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമുള്ളത് ഷിർക്കാണ്. ഇതൊരു മുസ്ലിം അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ പലർക്കും ഈ അടിസ്ഥാനം മറന്നുപോയി. ഷിർക്കാണ് ഏറ്റവും ഗൗരവമുള്ളത് ആർക്കും അറിയുന്നില്ല. ഷിർക്ക് ഗൗരവമുള്ളതെന്ന് ഒരാൾക്കും അത് തിരിച്ചറിയാത്ത രൂപത്തിലാണ് മനുഷ്യരിൽ പലരും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു ഫായിദ സഫാഹത്തു ഉലൈക്കൽ ഖൗമുല്ലദീന അശ്റകു ബില്ലാഹി ഫി ഇബാദത്തിഹിം, അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്യുന്ന, അള്ളാഹുവിനല്ലാതെ ഇബാദത്തിൽ പങ്കു ചേർക്കുന്ന ആളുകൾ
അവരുടെ വിഡ്ഢിത്തം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അള്ളാഹു പറയുന്നു വഹുവ ഖലഖ, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് പരിപാലിക്കുന്നത്. എന്നിട്ട് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അവർ തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പല സ്ഥലത്തും വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ ശിർക്ക് ചെയ്യുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെ വ്യതിചലിച്ചു പോകുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെന്താണ് ഈ ഹക്കിൽ തെറ്റിപ്പോകുന്നത് എന്നവരുടെ വിഡ്ഢിത്തത്തെ ചോദ്യം ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹം കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഖാലിഖ് എന്ന കാര്യം അത് ഫായിദയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇളമു ഖത്ലിൽ വലദ്, മക്കളെ കൊല്ലുന്ന തിന്മയുടെ കൊലപാതകത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചിട്ട് ഈ ഹദീസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അദ്ദേഹം കൊടുത്ത മറ്റൊരു ഫായിദയാണ് ഈ സിനയുമായി ബന്ധപ്പെട്ട കാര്യം. ഇത് അജ്നബിയായ ഒരു പെണ്ണിനോട്, അന്യസ്ത്രീയായ ഒരു പെണ്ണിനോട് വ്യഭിചരിക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ അത് ഹലീലത്തുൽ ജാറായാൽ, അയൽവാസിയുടെ ഭാര്യയായാൽ അതിൻ്റെ ഗൗരവം കൂടുമെന്ന് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്ന് കൊടുക്കുന്നു. ഇതൊക്കെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഫായിദകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.